ഇവിടുത്തെ ഫേമസ് ഫിഷാണ്. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. 4 വീട്ടിലാണ്. എപ്പോഴും മഴയാണ് ഇവിടെ എപ്പോഴും മഴയാണ്. നമ്മളെ മലയാള പടമില്ലേ അമൃത മൂവി, ജയറാമിന്റെയും പത്മപ്രിയന്റെയും, അത് ഇവിടുന്നാണ് ആ മറ്റേ ഓ സൈനബാദിലെ പാട്ട് ഷൂട്ട് ചെയ്തത്. ആ ഏരിയയിൽ ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ്. കടലിന്റെ വ്യൂ കാണാൻ അടിപൊളിയാണ്. നമ്മളിന്നെല്ലാരും കൂടിയിട്ട് കണ്ണൂർ കോട്ട കാണാൻ വേണ്ടി പോവേന്ന്. ഫാമിലി ഔട്ടിംഗ് ആണ് ഇന്നത്തെ ദിവസം. ഇപ്പൊ എല്ലാരും നമ്മൾ ഇറങ്ങാൻ പോയത്. ഹായ്, നമ്മളെല്ലാരും കുട്ടിപ്പടകളെല്ലാം കൂട്ടിയിട്ട് ഒരു വലിയൊരു ഫാമിലി ട്രിപ്പാണ്. അതെ, ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് കണ്ണൂർ ഫോർട്ട് കാണാനും പിന്നെ അവിടുന്ന് ഒരു നല്ലൊരു ലഞ്ചും, അതെ, പിന്നീട് അവിടെ ചെറുതായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒരു നമ്മളെ ഔട്ടിങ്, ഫാമിലി ഔട്ടിംഗ് ആണ്. ഓൾ ഫാമിലി. അതെ, അച്ഛനും അമ്മയും ഏട്ടൻ ഫാമിലി ഉണ്ട്, എല്ലാരും കൂടി ഉണ്ട്. നമ്മുടെ വന്ദനം ഔട്ടിംഗ് അല്ലേ? അതെ, എല്ലാരും കൂടി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കണ്ണൂരേക്ക് പോയത്. പിന്നെ നാളെ പിന്നെ ഒരാൾ ഓരോ പോകും. ഇത്രയും ദിവസം എല്ലാവരും ഒന്നിച്ച് തന്നെയായിരുന്നു, വീട്ടിലായിരുന്നു. പക്ഷെ ഞങ്ങള് പുറത്ത് പോയിട്ടില്ലായിരുന്നു, ഔട്ടിങ്ങിന് പോയിട്ടില്ലായിരുന്നു. ഔട്ടിങ്ങിനും ഒരു സെപ്പറേറ്റ് ആണ് പോയത്. പക്ഷേ രണ്ട് കാറിലാണ്, എല്ലാരും ഒന്നിച്ചില്ല. പിള്ളേരെല്ലാം നമ്മളെ കൂടിയുണ്ട്. പിള്ളേര് നമ്മളെ കൂടിയുണ്ട്. കിച്ചു എടുത്തു. കിച്ചു സ്ലീപ്പായ. അങ്ങനെ എല്ലാരും നമ്മൾ പോയെന്ന് എല്ലാവരും കൂടി പോവാണ്. അപ്പോൾ ഞങ്ങള് നമ്മുടെ വിശേഷങ്ങളെല്ലാം ചെറുതായി എല്ലാം ഒന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീഡിയോ എങ്ങനെയാന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ, നമ്മുടെ കണ്ണൂരിലെ വിശേഷങ്ങള്. ഓക്കെ, അപ്പൊ ഞങ്ങള് കണ്ണൂരിലെത്തി. ഞങ്ങളിപ്പോ ഒരു റാന്തൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. റാന്തൽ നല്ല ഫുഡാണെന്നാ പറഞ്ഞത് കേട്ടത്. സ്പെഷ്യൽ ബിരിയാണി ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെ. അപ്പൊ ഞങ്ങളെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂരിലെ തനതായ ബിരിയാണി കഴിക്കണ്ടേ, അതല്ലേ അതിന്റെ ഒരു ഇത്. അപ്പോൾ ഞങ്ങൾക്ക് റാന്തൽ എന്ന റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളാണ് ഇതിനെടുത്തത്. അവിടെ എത്തിയിട്ട് കാണാം. എത്താറായി. ഇനി ഒരു എത്ര മിനിറ്റ് ഉണ്ട്? 2 മിനിറ്റ് ഉണ്ട്. ഇതൊരു ഫേമസ് ബിരിയാണി സ്പോട്ടാണ് ചേട്ടാ. ഇതാണ് MVK റെസ്റ്റോറന്റ്, പുതിയ റെസ്റ്റോറന്റ്. MVK പണ്ട് മുതലേ, പക്ഷെ അവിടെ റഷ് ആയിരിക്കും അല്ലേ? ഫേമസ് ആണ്. നമ്മൾ ആദ്യം അങ്ങനെ പ്ലാൻ ചെയ്തു, പിന്നെ നമ്മൾ വിചാരിച്ചു റാന്തലിലേക്ക് പോവാം. ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. നമുക്ക് നോക്കാം പാർക്കിംഗ് ഉണ്ടോ എന്ന് നമുക്കറിയാമോ. നമ്മളിപ്പോൾ റാന്തൽ റെസ്റ്റോറൻറ്റിലെത്തി. എല്ലാവരും ഇറങ്ങി. ഇന്നത്തെ ടുഡേ സ്പെഷ്യൽ ഇവിടുത്തെ ഫേമസ് ഫിഷാണ്. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നാല് വീട്ടിലാണ്. എപ്പോഴും മഴയാണ് ഇവിടെ എപ്പോഴും മഴയാണ്.
എന്തിനായിട്ട് 7-Up ചിറ്റുന് ഞങ്ങളെ സിറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തു. ബിരിയാണി ഇവിടെ ബിരിയാണിയാണ് സ്പെഷ്യൽ. അതുകൊണ്ട് നമ്മളെല്ലാരും ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടി പോയത്. പിന്നെ നമ്മളെ സ്ക്വിഡ് ഫ്രൈ, പിന്നെ കല്ലുമക്കായി ഫ്രൈ, അതൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മളെ ഫേവറേറ്റ് ഇവിടെ നാട്ടിലെത്തത്. നമ്മളെ ബിരിയാണി എത്തി. എല്ലാവരും കഴിക്കാൻ നോക്കുന്ന തിരക്കിലാണ്. അപ്പൊ നല്ല വിശപ്പ്. ഇനി കഴിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലെ. എല്ലാരും ബിരിയാണിയൊക്കെ അടിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ച് അടിപൊളി വിശപ്പെല്ലാം മാറി. ഇനി നേരെ നമ്മൾ കണ്ണൂർ ഫോർട്ടിലേക്ക് പോവാണ്. നമ്മളെ കണ്ണൂരിന്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണൂർ കോട്ടയും അതിനടുത്തുള്ള പയ്യാമ്പലം ബീച്ചും. അപ്പൊ നമ്മള് ബീച്ചിലേക്ക് ചില സമയം പോകും. ഇപ്പൊ നമ്മളെ ടാർഗറ്റ് കണ്ണൂർ കോട്ടയാണ്. കണ്ണൂർ കോട്ടയിലെ വിശേഷങ്ങളും കണ്ണൂർ കോട്ടയിലെ കുറച്ച് നമ്മള് മുന്നേ പോയതാണ്. ഇപ്പൊ ഒരുപാട് കാലമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. പണ്ട് ഒന്നും ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് പോയതാണ്. ഇപ്പൊ ഒരുപാട് ഡെവലപ്മെന്റ് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇപ്പം ആ ഡെവലപ്പ് ആയതും ഇപ്പൊ പഴകി കാണും. പിന്നെ മെയിൻറ്റെയിനിങ് എല്ലാം ഉണ്ടോ എന്ന് അറിയത്തില്ല. മുന്നേ നല്ലതായിരുന്നു. ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് കണ്ണൂർ കോട്ടയിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ. ഇത് നമ്മളെ കണ്ണൂർ ടൗണിലൂടെ പോകുന്നതാണ്. മുന്നിൽ ഏട്ടൻ്റെ കാറാണ് പോകുന്നത്. മഹീന്ദ്രയുടെ കാറിലാണ് അവരുള്ളത്. അച്ഛനും അമ്മയും അതിലുണ്ട്. കുരുത്തംകെട്ട പിള്ളേരൊക്കെ നമ്മളെ വണ്ടിയിലുണ്ട്. കുരുത്തംകെട്ട എല്ലാം ഉണ്ട്. കണ്ട വണ്ടിയിലുള്ളത്. കൊണ്ടുവെക്കുന്നുണ്ട്, അടികൂടുന്നുണ്ട്, കരയുന്നുണ്ട്. ഇതാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് കണ്ട കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. മുന്നില് അച്ഛനും അമ്മയും ഉണ്ട്. ഏട്ടന്റെ നമ്മൾ കണ്ണൂർ ഫോർട്ടിന്റെ അടുത്തെത്തി. അതിന്റെ എൻട്രൻസിൽ വലിയൊരു മിലിറ്ററി ജെറ്റിന്റെ ഒരു മോഡല് വെച്ചിട്ടുണ്ട്. മിലിറ്ററി ഏരിയ ആണല്ലേ. ഈ ഫോർട്ടിന്റെ ഏരിയ ആയിക്കോട്ടെ, നമ്മളെ മിലിറ്ററി ഏരിയ ആയിക്കോട്ടെ, നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണലായിരിക്കും. അത് എവിടെ പോയാലും അങ്ങനെ തന്നെ ഒരു അനുഭവമാണ്. അതിൻ്റെ മെയിൻ എൻട്രൻസ്, നമ്മളെ റോഡ്. പിന്നെ പാർക്കിംഗ് നോക്കണം. വണ്ടികളൊന്നും ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ പാർക്കിംഗ് വേറെ സ്ഥലത്തായിരിക്കും. ഞങ്ങളങ്ങനെ പാർക്കിങ്ങിലെത്തി. അങ്ങനെ പാർക്കിങ്ങിലെത്തി. ഇവിടെ നല്ല ആൾക്കാരുണ്ട്. പാർക്കിങ്ങിന് ഫീ ഉണ്ട്.
പാർക്കിങ്ങിൻ്റെ ഫീ അവിടെ നോക്കണം, ആള് വരുന്നുണ്ട്, എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഫീയും നമ്മുടെ എൻട്രി ഫീ എല്ലാം ഒന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ല, പാർക്കിങ്ങിൻ്റെ ഫീ സെപ്പറേറ്റ് ആണ്. നമ്മുടെ മുതലാളി വരുന്നുണ്ട്. സൈക്കിളിന് 2 റുപ്യ, 2 വീലറിന് 15 റുപ്യ, കാറ് ജീപ്പിന് 30 രൂപ, മിനി ബസ്സിന് 60, വലിയ ബസ്സിന് 90. ഇവിടെ പാർക്കിങ്ങിന് നോക്കിയാൽ പാർക്കിങ്ങിൻ്റെ റേറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ് ഇവിടെ. നമ്മൾ ഇവിടെ കണ്ണൂർ കോട്ടയിൽ വന്നിട്ടുള്ളത്. അടിപൊളി വ്യൂ ആണ്. എവിടെ നോക്കിയാലും നല്ല ഫോട്ടോ സെഷന് പറ്റിയ സ്ഥലങ്ങളേ ഉള്ളൂ. ഫോട്ടോ എടുത്ത് മടുക്കും. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഏരിയ ഉണ്ട്. അപ്പൊ എടുത്തെടുത്ത് നമ്മൾ അങ്ങ് തുടങ്ങിയതേ ഇല്ല. ജസ്റ്റ് പ്രൊഫൈൽ ഫോട്ടോ ഇടാനും എല്ലാത്തിനും പറ്റിയ അടിപൊളി ലൊക്കേഷൻ. അതെ, നമ്മൾ ഈ ഏരിയയിലെ ആൾക്കാര് കല്യാണത്തിന് സേവ് ദ ഡേറ്റ് വീഡിയോ എടുക്കാനും ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അടിപൊളി നല്ല വ്യൂ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ്. എല്ലാരും കാണാൻ രസമില്ലാണ്. ഫോട്ടോ ഷൂട്ടിംഗ് ഏരിയ. വെൽക്കം ടു കണ്ണൂർ കോട്ട. അടിപൊളിയാണ് കണ്ണൂർ കോട്ട. നമ്മള് മുന്നേ കണ്ടതിൽ നിന്നും കുറെ വ്യത്യസ്തത കാണുന്നുണ്ട്. കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഉച്ച സമയമായാൽ. നല്ല ഒരു ലൊക്കേഷനാണ് ഇതിവിടെ. ഒരുപാട് സ്റ്റെപ്പും ചെടികളെല്ലാം ആയിട്ട്. എല്ലാവരും ഇരുന്ന് ഫോട്ടോയിലെടുത്ത് ഇനി അടുത്ത ഒരു ലൊക്കേഷൻ തേടിയുള്ള യാത്രയിലാണ് എല്ലാവരും. അടിപൊളി ലൊക്കേഷനാണ്. എവിടെ നോക്കിയാലും ലൊക്കേഷനാണ് ഇവിടെ. അതാണ് ഈ കണ്ണൂർ കോട്ടേൻ്റെ ഒരു പ്രത്യേകത. അടിപൊളി ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടുള്ള സ്ഥലം. എല്ലാവരും കല്യാണത്തിനും എല്ലാം ഇവിടെ വന്നിട്ട് എടുക്കുന്ന സ്ഥലമായത്. അടിപൊളി. എവിടെ നോക്കിയാലും ലൊക്കേഷൻ. ഇവിടുന്ന് കടലിൻ്റെ ഒരു ഭംഗിയാണ്, അടിപൊളിയാണ് വ്യൂ. കടലിൻ്റെ ഒരു വ്യൂ അടിപൊളിയാണ്. ഓക്കെ, കടല് കണ്ണൂർ കോട്ടേൻ്റെ അടുത്ത് വരെ
കടലാണ്. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ്, കടലിന്റെ വ്യൂ. നമ്മളെ മലയാള പടമില്ലേ അമൃത മൂവി, ജയറാമിന്റെയും പത്മപ്രിയന്റെയും, അത് ഇവിടുന്നാണ്. ആ മറ്റേ ഓ സൈനബാനിലെ പാട്ട് ഷൂട്ട് ചെയ്തത് ആ ഏരിയയിൽ നിന്നാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിൽ പോയിട്ടൊരു നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുത്തത് കാണുമ്പോൾ. നമ്മൾ ഓ സൈനബ പാട്ട് ഷൂട്ട് ചെയ്തടുത്തേക്ക് പോവുകയാണ്. എവിടെ നോക്കിയാലും നല്ല വ്യൂ. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണിത്, കണ്ണൂർ കോട്ടയിലെ. ഈ ഒരു ഏരിയ നിങ്ങൾ ഒരുപാട് സിനിമയിലും വീഡിയോ ഷൂട്ടിങ്ങിലും സോങ്സ്, വീഡിയോ സോങ്ങിലെല്ലാം കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഒരു ഫാമിലി ഫോട്ടോ ഇവിടുന്ന് എടുത്തു. ഈ ഒരു ലൊക്കേഷനിൽ എല്ലാവരും ആ ഫോട്ടോ എടുത്തത് നോക്കുന്ന തിരക്കിലാണ്. അടിപൊളി അടിപൊളി ഒരു ഫോട്ടോ കിട്ടിയല്ലേ. അങ്ങനെ കണ്ണൂർ കോട്ടയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. ഇതിൻ്റെ ഒരു കവാടം കണ്ടോ, മുള്ളാണല്ലേ, മുൾക്കവാടം. ഇവിടെയൊക്കെ ഒരുപാട് ഫിഷിംഗ് ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ.
ഫിഷിംഗ് ബോട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കണ്ണൂർ കോട്ടയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങി. ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങളിവിടെ കണ്ണൂരിൽ വന്നു. അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരും ഒന്നിച്ച് എങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഞങ്ങളുടെ കൊച്ചകൾ ഇരിക്കുന്നു വെള്ളത്തിൽ. സൂപ്പർ അടിപൊളി വ്യൂ ആണ്. എന്താണ് കൊച്ച കൊച്ച അങ്ങനെ നമ്മൾ കണ്ണൂർ കോട്ടയോട് വിട വാങ്ങി നമ്മൾ പോയെന്ന് വേറൊരു സ്ഥലത്തേക്ക്.